നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പുകയുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേനയുടെ ആക്രമണം ഉണ്ടായത് ഞെട്ടിക്കുന്നതായിരുന്നു. സർമർ ഹെറാൾഡ്, ജഗ് അർണവ് എന്നീ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ഗൺബോട്ടുകൾ വെടിവെപ്പ് നടത്തിയത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും കപ്പലുകൾ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു. ഈ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ കപ്പലുകളിൽ നിന്നുള്ള ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. വെടിവെപ്പ് നടക്കുമ്പോൾ സർമർ ഹെറാൾഡിലെ ജീവനക്കാരൻ ഇറാൻ നാവികസേനയുമായി നടത്തിയ റേഡിയോ സന്ദേശത്തിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള യാത്രയ്ക്ക് ഇപ്പോഴും നിരോധനമുണ്ടെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് ഉടൻ തന്നെ നിങ്ങളുടെ തുറമുഖത്തേക്ക് മടങ്ങണം. ഉടനെ തിരികെ പോകണം. ശരി, നിങ്ങളുടെ സന്ദേശം ഞാൻ ആവർത്തിക്കാം. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ശരി സർ, ഇന്ത്യൻ ക്യാപ്റ്റൻ മറുപടി നൽകി. സെപ്പ നേവി, ഇത് മോട്ടോർ ടാങ്കർ സർമർ ഹെറാൾഡ് ആണ്. നിങ്ങളാണ് കടന്നുപോകാൻ ഞങ്ങൾക്ക് അനുമതി നൽകിയത്. നിങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമതാണ് ഞങ്ങളുടെ പേര്. എന്നിട്ടും ഇപ്പോഴും വെടിവെക്കുന്നു. ഞങ്ങളെ മടങ്ങിപ്പോകാൻ അനുവദിക്കൂ എന്ന് ജീവനക്കാരൻ പരിഭ്രാന്തിയോടെ പറയുന്നത് ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. വാസ്തവത്തിൽ എല്ലാ കപ്പലുകൾക്കും IRGCയുമായി ഏകോപനം നടത്തിയതിനു ശേഷം മാത്രമേ കടന്നുപോകാൻ കഴിയൂ എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അമേരിക്കൻ വാർത്താ ഏജൻസിയായ NBCയുടെ റിപ്പോർട്ട് പ്രകാരം കപ്പൽ സുരക്ഷിത പാതയായ ഗ്രീൻ ഏരിയയിൽ ആയിരിക്കുമ്പോഴാണ് ഈ ആക്രമണമുണ്ടായത്. കപ്പൽ ട്രാക്കിംഗ് സ്ഥാപനമായ ടാങ്കർ ട്രാക്കേഴ്സ് ആണ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈയൊരു ശബ്ദരേഖ പുറത്തുവിട്ടത്. സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ഇറാൻ സ്ഥാനപതിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ആശങ്ക അറിയിക്കുകയും ചെയ്തു. സമാധാനപരമായി നീങ്ങുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഈയൊരു ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു. മുമ്പ് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കിയ ചരിത്രം ഇറാനുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു. വിഷയം ഗൗരവത്തോടെ കാണുന്നുവെന്നും അധികൃതരെ വിവരം അറിയിക്കണമെന്നും ഇറാൻ സ്ഥാനപതി മറുപടി നൽകി. അതേസമയം ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് പാസേജ് തുറന്നതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറഞ്ഞു. അരാങ്ചിയുടെ പ്രസ്താവനയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളുടെ ചലനം വർദ്ധിച്ചു. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ച് IRGC നാവികസേന ഈ തന്ത്രപ്രധാനമായ ജലപാത വീണ്ടും അടച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള വെടിവെപ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് IRGC കരയിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നാണ്. മുമ്പ് US മധ്യസ്ഥത വഹിച്ച് 10 ദിവസത്തെ വെടിനിർത്തലിനെ തുടർന്ന് 1 ഡസനിലധികം കപ്പലുകൾ സുരക്ഷിതമായി കടലിടുക്കിലൂടെ കടന്നുപോയി. വെടിവെപ്പിനെ തുടർന്ന് ഈ മേഖലയിലുണ്ടായിരുന്ന മറ്റ് 5 ഇന്ത്യൻ കപ്പലുകൾ യാത്ര അവസാനിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണിത്. ലോകത്തെ മൊത്തം ഇന്ധന വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പാതയിലാണ് ഇറാൻ പ്രകോപനം. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവർ തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കപ്പലുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പ് ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചേക്കും.